ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ SSCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ SSC CGL ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനായ SSC CGLന്റെ ടയർ 2 ഈ 18-നും 20-നും ഇടയ്ക്കാണ് കഴിഞ്ഞത്. 2024-25 SSC CGLന്റെ ടയർ 2 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 18-20 ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സെന്റേഴ്സിൽ വെച്ച് ടയർ 1 പാസ്സായവർക്ക് വേണ്ടിയായിട്ട് ടയർ 2 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള. എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ആൻസർ കീയും അവർ റിലീസ് ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്ലോഡിംഗ് ഓഫ് ടെന്റേറ്റീവ് ആൻസർ കീസ് അലോങ് വിത്ത് കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ് ആണ് അവരിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ 18-1-2025-നും 20-1-2025-നും ഇടയിലാണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് 21 ആയതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ അവർ ആൻസർ ഷീറ്റ് റിലീസ് ചെയ്തു എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ടയർ 1 പോലെയല്ല ടയർ 2 വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എക്സാം എഴുതിയെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ദ ടെന്റേറ്റീവ് ആൻസർ കീ അലോങ് വിത്ത് കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് എന്ന് വരെ അവൈലബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21-1-2025 ഇന്ന് 6 മണി തൊട്ട് 24-1-2025 6 മണി വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. ഈ ഒരു ആൻസർ ഷീറ്റ്, നിങ്ങളുടെ എഴുതിയ റെസ്പോൺസ് ഷീറ്റും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഷീറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തു വെക്കാനാണ് പറയുന്നത് കേട്ടോ. പ്രിന്റ് ഔട്ട്, കാൻഡിഡേറ്റ്സ് മേ ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ റെസ്പെക്റ്റീവ് റെസ്പോൺസ് ഷീറ്റ് ആസ് ദ സെയിം വിൽ നോട്ട് ബി അവൈലബിൾ above the specified time limit. ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ഈ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ തന്നെ ആൻസർ ഷീറ്റ് ചെന്ന് എന്ത് ചെയ്യുക, നോക്കിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. പിന്നെ എന്താണ്, ഓൺ പേയ്മെന്റ് ഓഫ് ₹100 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ റോങ് ആയിട്ടാണോ മാർക്ക് ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനോ ആൻസറോ ചലഞ്ച് ചെയ്യാം. 100 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റെപ്രസെന്റേഷൻ റിസീവ്ഡ് ആഫ്റ്റർ 6 PM on 24/1/2025 അവരെന്ത് ചെയ്തില്ല, എന്റർടൈൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് 21 തൊട്ട് 24 ഇടയ്ക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ, ചലഞ്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ടും എടുത്ത് വെക്കുക. 100 രൂപ കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 24-ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. 24-ന് മുന്നേ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവർ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഫർദർ ഇറ്റ് ഈസ് ഓൾസോ ഇൻഫോം ദാറ്റ് കമ്മീഷൻ വുഡ് അബ്റ്റെയിൻ ഓപ്ഷൻ കം പ്രിഫറൻസ്. എന്ത് ചെയ്യും, ഇതിന്റെ ഫൈനൽ റിസൾട്ട് ടയർ 2 കഴിയുമ്പോൾ ഒരു ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്ഷൻ കം പ്രിഫറൻസ് വയ്ക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഫൈനൽ റിസൾട്ടിന് മുമ്പേ തന്നെ വെക്കാൻ ഒരു സമയം തരുമെന്ന് പറയുന്നുണ്ട്. ഫർദർ ഇറ്റ് ഈസ് ഓൾസോ ഇൻഫോം ദാറ്റ് ദ കമ്മീഷൻ വുഡ് ഒബ്റ്റെയിൻ ഓപ്ഷൻ കം പ്രിഫറൻസ് ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ടിന് മുമ്പായിട്ട് തന്നെ അവരെന്ത് ചെയ്യും, ഓപ്ഷൻ കം പ്രിഫറൻസ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ്, ഷോർട്ട്ലി ഇൻഫോമിംഗ് ആക്ടിവേഷൻ ഓപ്ഷൻ കമ്മിറ്റി ഫോർ ദ കാൻഡിഡേറ്റ്സ് ടു സബ്മിറ്റ് ദ പ്രിഫറൻസ് വിത്ത് അതിന് ശേഷം, അതായത് ഈ ഒരു ടൈം ലിമിറ്റിന് ശേഷം തന്നെ അവരെന്ത് ചെയ്യും, ഒരു ഓപ്ഷൻ കം പ്രിഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ലോഗിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഈ ഒരു PDF-നകത്ത് തന്നെ അവർ ലോഗിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, പാസ്വേഡും ലോഗിൻ ID-യും വെച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ കിട്ടും കേട്ടോ. അതെന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഈ PDF നമ്മൾ എന്തായാലും നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം, നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ കൊടുത്തിരിക്കാം. എന്തായാലും ഇതിൽ കയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സൈറ്റിൻ്റെ ബിസി അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. എന്തായാലും പതിയെ നിങ്ങൾക്ക് കിട്ടും. 21-നും 24-നും ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്ത് വച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ SSC CGL ടയർ 2 ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.